വാൽപ്പാറ അപകടത്തിൽ മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട്. പ്രിയപ്പെട്ടവരെ അവസാനമായി കാണാൻ അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിയത് ആയിരങ്ങളാണ്. പാങ് GLP സ്കൂളിലെ അധ്യാപകരുടെയും ജീവനക്കാരനും ഉൾപ്പെടെ 9 പേരുടെ മൃതദേഹം എത്തിച്ചപ്പോൾ വൈകാരിക രംഗങ്ങളാണ് ഉണ്ടായത്. പൊതുദർശനത്തിന് ശേഷം അജിത ടീച്ചർ ഒഴികെയുള്ളവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജംഷീർ, ഒരു നാടിന്റെ അടക്കം മാത്രമുള്ള സങ്കടമല്ല, മലയാളികളുടെ ആകെ നോവായി മാറുന്നുണ്ട് ആ 9 പേരും. തീർച്ചയായിട്ടും വിനിഷ, ആ 9 പേരും ഇപ്പോൾ മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ 8 പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചിരിക്കുന്നു. പ്രധാന അധ്യാപികയായിട്ടുള്ള അജിത ടീച്ചറുടെ മൃതദേഹമാണ് ഇനി സംസ്കരിക്കാനുള്ളത്. വൈകുന്നേരത്തോടു കൂടി സംസ്കരിക്കും. ഷൊർണൂരിലെ ശാന്തിതീര ശ്മശാനത്തിലാണ് സംസ്കരിക്കുക. അവരുടെ മകൾ IIT-യിൽ നിന്ന് വരാനുണ്ട്, അതുകൊണ്ടാണ് കാത്തിരിക്കുന്നത്. മകൾ വന്ന് ഒരു 10 മിനിറ്റ് അമ്മയുടെ കണ്ടതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ബാക്കി എല്ലാവരുടെയും സംസ്കാരങ്ങൾ നടന്നു. ആശ ടീച്ചറുടെ മൃതദേഹം ഉച്ചയോടെ അവരുടെ കുളത്തൂരിലെ വളപ്പിൽ തറവാട് വീട്ടിലെ വളപ്പിൽ ആണ് സംസ്കരിച്ചത്. അതോടൊപ്പം തന്നെ സുഹറ ടീച്ചറുടെയും മകൻ ഹിഷാമിന്റെയും മൃതദേഹം ഈസ്റ്റ് പാങ് ജുമാ മസ്ജിദിലാണ് കബറടക്കിയിരിക്കുന്നത്. മജീദ് മാഷിന്റെയും ഭാര്യ റുക്കിയുടെയും മൃതദേഹം മാട്ടാത്ത് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിലാണ് മറവ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സാജിദയുടെയും ഷക്കീല ടീച്ചറുടെയും റംല ടീച്ചറുടെയും മൃതദേഹങ്ങൾ പാങ് പള്ളിപ്പറമ്പ് വലിയ ജുമാ മസ്ജിദിലുമാണ് ഖബറടക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ നാടിനെ കണ്ണീരിലാഴ്ത്തിയ ഒരു ദുഃഖം, അത് അവർ മടങ്ങുമ്പോൾ പക്ഷേ അവരുടെ ഓർമ്മകൾ ഒരിക്കലും പോകുന്നില്ല. ആ സ്കൂളിലും ആ നാട്ടിലും ആ പരിസരങ്ങളിലെല്ലാം തന്നെ ആ ഓർമ്മകൾ എപ്പോഴും ഉണ്ടാകും. അവരില്ല എന്നുള്ളത് ഇപ്പോൾ ആ നാട്ടുകാർ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ വരെ, അല്ലെങ്കിൽ ഇന്ന് രാവിലെ പോലും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ആ ശ്മശാനം അവിടെ പൊതു ദർശനത്തിന് വെച്ച സമയത്തൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഒരു വിലാപമായിരുന്നു നമുക്കവിടെ കാണാൻ കഴിഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ അവർ മടങ്ങിയിരിക്കുന്നു. ആ ഒരു സത്യം ആ നാട്ടുകാർ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഉള്ളത് മജീദ് മാഷിന്റെയും അതോടൊപ്പം തന്നെ റുക്കിയയുടെയും വീടിന് സമീപമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് മജീദ് മാഷിന്റെയും റുക്കിയുടെയും വീട്. മജീദ് മാഷിന് കാഴ്ചശക്തി കുറവായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം. എങ്കിൽ പോലും അദ്ദേഹം കുട്ടികളെ സ്വന്തം മക്കളായി കണ്ട് സ്കൂളിന് വേണ്ടി ഓടി നടന്നൊരു മാഷായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഈ കാഴ്ചശക്തി കുറവുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ റുക്കിയ കൂടെ പോയിരുന്നത്. ഇത്തരം പരിപാടികൾക്ക് പോകുമ്പോൾ ഭാര്യ ഒരു കണ്ണായിക്കൊണ്ട്, കാഴ്ചയായിക്കൊണ്ട് കൂടെ പോകാറുണ്ട്. അപ്പോൾ മജീദ് മാഷിന്റെ വീട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വരും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. ഈ മരിച്ച വീടുകളിലൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് സന്ദർശിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ മജീദ് മാഷിന്റെ വീട്ടിലേക്ക് പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനകം എത്തുന്നത്. ഏതായാലും ഒരു നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ ഈ മജീദ് മാഷിന്റെ വീട്ടിലേക്ക് വരികയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ മജീദ് മാഷിന്റെ വീട്ടിലേക്ക് വരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മജീദ് മാഷിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ബന്ധുക്കളെ കാണുകയാണ്. വീടിനകത്ത് മജീദ് മാഷും ഭാര്യയും റുക്കിയയുമാണ് മരണപ്പെട്ടത്. ഈ യാത്രയിൽ മജീദ് മാഷിനൊപ്പം എപ്പോഴും റുക്കിയ, അവരുടെ പ്രിയപ്പെട്ട പത്നി റുക്കിയ ഉണ്ടായിരുന്നു.
കാരണം മജീദ് മാഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കാഴ്ചശക്തി കുറവായിരുന്നു. 90% കാഴ്ചശക്തി ഇല്ല എന്നുള്ളതായിരുന്നു. അദ്ദേഹം ബ്ലൈൻഡ് അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ ഭാരവാഹി കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത്തരം ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ സ്കൂളല്ലാതെ മറ്റു ഏതെങ്കിലും പരിപാടിയിലേക്ക് പോകുമ്പോൾ എപ്പോഴും വലത് കൈ ആയിക്കൊണ്ട് കണ്ണായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണ് ഈ ഒരു യാത്രയിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെ ഉണ്ടായത്. പക്ഷെ അത് ഒരുമിച്ചുള്ള അവസാനത്തെ യാത്രയായിരുന്നു എന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഈ നാട്ടുകാരും ഈ അയൽവാസികളൊക്കെ പറയുന്നത്. മാഷെ സംബന്ധിച്ചിടത്തോളം അവിടെ സംസാരിക്കുമ്പോൾ അവിടെ ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മാഷെക്കുറിച്ചായിരുന്നു. കാരണം അത്രയേറെ പ്രിയപ്പെട്ട ആളായിരുന്നു മാഷ് എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരും ഒക്കെ പറയുന്നത്. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി അത്രയേറെ പരിശ്രമിക്കുന്ന, അത്രയേറെ കാര്യങ്ങൾ ചെയ്യുന്ന, സ്കൂളിന് വേണ്ടി എന്തും ത്യജിക്കുന്ന ഒരു ആളായിരുന്നു എന്നുള്ളതാണ്. സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്ന ഒരു അധ്യാപകൻ, ഒരു മാതൃകാ അധ്യാപകനായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യമാണ് അവിടെ നിന്നുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നത്. ഇപ്പം ഏതായാലും പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ കാണുകയാണ്, ആശ്വസിപ്പിക്കുകയാണ്. കാരണം എത്ര ആശ്വസിപ്പിച്ചാലും അത് അവരുടെ നഷ്ടം അത് നികത്താനാവുന്നതല്ല. പക്ഷേ നമ്മളൊക്കെ ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കുക, അത് ബന്ധുക്കളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അവരുടെ വീട് സന്ദർശിക്കുന്നു. നേരത്തെ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ അവിടെ പ്രദർശനം നടന്ന സ്ഥലങ്ങളിൽ അവരുടെ വീടുകളിലൊക്കെ പോയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിയിരിക്കുന്നത്. മറ്റു ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ, ഈ പ്രദേശത്തുള്ള ആളുകൾ ഒക്കെ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്.